നമസ്കാരം. STV നൂൺ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സമൂഹത്തിനായി പ്രവർത്തിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആരോഗ്യരംഗം സാമൂഹ്യ പ്രതിബദ്ധത ആവശ്യമുള്ള തൊഴിൽ മേഖല. ഓരോ ബിരുദധാരികളുടെയും വളർച്ച ആശുപത്രിയുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗവർണർ. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് 11ാമത്തെ തൂണിന്റെ പ്രവൃത്തികൾ. ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച പ്രവൃത്തികൾ വിലയിരുത്തി. മഴക്കാലം എത്തുന്നതിന് മുൻപേ തൂണുകളുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുക ലക്ഷ്യം. പുതിയ പാലത്തിൽ 2 പാളങ്ങൾക്ക് സൗകര്യം. UDF തരംഗം അത്രയൊന്നും ഏശാതെ പോയ തൃശൂരിലും പിണറായി വിജയനും MP ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനമുയർന്ന CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും തൃശൂർ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലും. തൃത്താലയിലെ MP രാജേഷിന്റെ തോൽവിക്ക് കാരണം മണ്ഡലത്തിലുണ്ടായ പ്രത്യേക സാഹചര്യമാണെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പ്രതീക്ഷിച്ചതിൽ നിന്നും 1500 വോട്ടുകൾ കുറഞ്ഞെന്നും CPM ജില്ലാ സെക്രട്ടറി തനിക്കെതിരെ ഉന്നയിച്ച പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കൗൺസിലർ അബ്ദുൾ ഷുക്കൂർ. താൻ CPMന് എതിരല്ലെന്നും ജില്ലാ സെക്രട്ടറി അധിക്ഷേപ നിലപാട് തിരുത്തണമെന്നും FB പോസ്റ്റിലൂടെ ഷുക്കൂറിന്റെ ആവശ്യം. നെല്ലറയിൽ 1ാം വിളയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതി. വേനൽ മഴ ലഭിച്ചത് കർഷകർക്ക് ആശ്വാസം. ഓരോ വർഷവും കാർഷിക ചെലവുകൾ ഗണ്യമായി വർദ്ധിക്കുന്നതിൽ കർഷകർ ആശങ്കയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സമൂഹത്തിനായി പ്രവർത്തിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തൃശൂർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെ സെനറ്റ് ഹാളിൽ നടന്ന സർവകലാശാലയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ ബിരുദധാരികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. സമൂഹത്തിന് മികച്ച സേവനം നൽകുന്നതിനായി ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളിൽ ആഴത്തിലുള്ള പ്രാവീണ്യം അനിവാര്യമാണെന്ന് ഗവർണർ വ്യക്തമാക്കി. ഓരോ ബിരുദധാരികളുടെയും വളർച്ച ആശുപത്രിയുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങരുത്. അതിനപ്പുറം ചിന്തിക്കുകയും വ്യത്യസ്തമായ സമീപനത്തോടെ സമൂഹത്തിനും ജനങ്ങൾക്കും മികച്ച സേവനം നൽകുകയും വേണമെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യരംഗം സാമൂഹ്യ പ്രതിബദ്ധത ആവശ്യമുള്ള തൊഴിൽ മേഖലയാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിവുള്ളവരാകണമെന്ന വിശ്വാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകരിൽ ഈ ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നതെന്നും ഗവർണർ പറഞ്ഞു. But with his grace, that grace has to be there. That is why we all are here. Today's oath is for this purpose. Today's pledge is for this purpose. Yes, I have taken the oath, I have taken the pledge, I have taken the pratigna or sankalpa. It is in the interest of the society, it is in the interest of the people of this country, of this society. That pledge we have to have in our mind. And mind you, my dear friends, we have reached to this very big step, very big achievement, big goal, with whose help of your parents. Your parents are there. They have something about you. They have got something necessary. Yes, this my child should be like this. Meet those aspirations of your parents, and then again your teachers. Don't forget them. All of them put together, they have brought you to this level. ബിരുദദാന ചടങ്ങിൽ എടുത്ത പ്രതിജ്ഞ ജീവിതത്തിന്റെ ഭാഗമാക്കി ആത്മാർത്ഥതയോടെ ജനങ്ങളെ സേവിക്കണമെന്നും ഗവർണർ ബിരുദധാരികളോട് ആവശ്യപ്പെട്ടു. ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സ്വാഗതം ആശംസിച്ചു. സർവകലാശാലയുടെ 7 അക്കാദമിക് മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദം സ്വീകരിച്ചു.
ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ റെയിൽവേ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. 11ാമത്തെ തൂണിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. മഴക്കാലം എത്തുന്നതിന് മുൻപ് തൂണുകളെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനുണ്ട്. പ്രവൃത്തികൾ വിലയിരുത്താൻ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. 11ാമത്തെ തൂണിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ട്രാക്ക് പാലമാണ് നിർമ്മിക്കുന്നത്. 2 ദിശയിലേക്കും ട്രെയിനുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അതിവേഗത്തിൽ ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം. കാലവർഷം എത്തിയാൽ ഭാരതപ്പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടാകുന്നതിൻ്റെ ഭാഗമായി എത്രയും വേഗം പാലത്തിനാവശ്യമായ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ബീഹാറിൽ നിന്നാണ് കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പ്രവൃത്തികൾ വിലയിരുത്താൻ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പ്രവൃത്തികൾ വിലയിരുത്തി. പൈങ്കുളം റോഡിലെ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത്. നിലവിലെ റെയിൽവേ പാലത്തിന് സമീപത്തായാണ് പുതിയ പാലവും വരുന്നത്. പുതിയ പാലത്തിൽ ഉദ്യോഗസ്ഥർക്ക് നടന്നുപോകാൻ 2 വശങ്ങളിലേക്കുമുള്ള നടപ്പാതയും തയ്യാറാക്കുന്നുണ്ട്. പാലം യാഥാർത്ഥ്യമായാൽ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ മുതൽ മാനന്നൂർ സ്റ്റേഷന് സമീപം വരെ എത്തുന്ന പാലം ഉൾപ്പെടെയുള്ള റെയിൽപാളമാണ് നിർമ്മിക്കുക. ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാർഡുകളിലെ ഒറ്റവരി പാത 2 വരി ആക്കുന്നുമുണ്ട്. തീവണ്ടികൾ ഷൊർണൂർ ബി ക്യാബിന് സമീപവും വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷന് സമീപവുമെല്ലാം പിടിച്ചിടുന്നത് ഒഴിവാക്കാനാകും. പാലം ഉൾപ്പെടെയുള്ള മറ്റു പ്രവൃത്തികൾക്കും 450 കോടി രൂപയാണ് ചിലവ് വരുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ 2026 തന്നെ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. നെല്ലറയിൽ 1ാം വിളയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. കോട്ടായി, പെരുങ്ങോട്ടുകുറിശി, കുത്തന്നൂർ, മാത്തൂർ മേഖലകളിലാണ് 1ാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ. വേനൽമഴ ലഭിച്ചതാണ് കർഷകർക്ക് അല്പം ആശ്വാസമായത്. ജില്ലയിലെ നെല്ലറയായി അറിയപ്പെടുന്ന കോട്ടായി, പെരുങ്ങോട്ടുകുറിശി, മാത്തൂർ, കുത്തന്നൂർ മേഖലകളിൽ 1ാം വിള നെൽകൃഷിക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയാണ്. വേനൽമഴ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ലഭിച്ചതോടെയാണ് കർഷകർ വിളയൊരുക്കവുമായി വയലിലേക്ക് ഇറങ്ങിയത്. മാസങ്ങൾക്ക് മുൻപ് 2ാം വിള കൊയ്ത്തു കഴിഞ്ഞ് വരണ്ട് ഉണങ്ങിക്കിടന്നിരുന്ന വയലുകൾ ഉഴുതുമറിച്ച് നിലമൊരുക്കി ഞാറ്റടിക്കുള്ള വിത്ത് പാകുന്ന തിരക്കിലാണ് ഇപ്പോൾ കർഷകർ. അപൂർവം ചില കർഷകർ വിതകൃഷി നടത്താനായി വിത്തെറിയുന്നുമുണ്ട്. ഓരോ വർഷവും കാർഷിക ചെലവുകൾ ഗണ്യമായി വർദ്ധിക്കുന്നതിൽ കർഷകർ ആശങ്കയിലാണ്. നിലമൊരുക്കൽ, ട്രാക്ടർ വാടക, വിത്തിന്റെ വില, രാസവളത്തിന്റെ വില എല്ലാം കുത്തനെ വർദ്ധിച്ചതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടായി. UDF തരംഗം അത്രയൊന്നും ഏശാതെ പോയ തൃശ്ശൂരിലും പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ അതിരൂക്ഷ വിമർശനം. CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ചെറിയ തോതിൽ വിമർശനം ഉയർന്നതെങ്കിൽ ജില്ലാ കമ്മിറ്റി യോഗത്തിലാകട്ടെ ഇരു നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പിണറായി വിജയനും MV ഗോവിന്ദനും പദവികൾ ഒഴിയണമെന്നും പാർട്ടിയോടെ അകലം പാലിക്കണമെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ചു. പാർട്ടിക്കും പ്രതിപക്ഷത്തിനും പുതിയ മുഖം നൽകണം. 2ാം പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യവും ജനങ്ങളോട് മര്യാദയില്ലാതെ പെരുമാറിയതിന്റെ തിരിച്ചടിയുമാണ് തെരഞ്ഞെടുപ്പ് ഫലം. പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദിത്തം കണ്ണൂരിലെ പാർട്ടിക്കാണ്. കണ്ണൂരിലെ കോട്ടകളിൽ പോലും സംഭവിച്ച തോൽവി പാർട്ടിയോട് ജനങ്ങൾ അത്രമാത്രം അകന്നുവെന്നതാണ്. വിമതരായി മത്സരിച്ചവരുടെ വിജയം പാർട്ടിയെ ജനങ്ങൾ അടിച്ചതാണ്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനോ പരിഹാരം കാണാനോ ശ്രമിച്ചില്ല. UDF തരംഗത്തെ കാണാൻ കഴിയാതിരുന്നതും വീഴ്ചയാണെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലായിരുന്നു ഈ പരാമർശം. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന രേഖയും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ. തൃത്താലയിലെ MP രാജേഷിനെ തോൽവിക്ക് കാരണം മണ്ഡലത്തിലുണ്ടായ പ്രത്യേക സാഹചര്യമാണെന്ന് CPM വിലയിരുത്തൽ. പ്രതീക്ഷിച്ചതിൽ നിന്നും 1500 വോട്ടുകൾ കുറഞ്ഞെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പാലക്കാട്ട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പുറകെ പാലക്കാട് CPMൽ പൊട്ടിത്തെറി ഉണ്ടായെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. തൃത്താലയിലെ തോൽവിക്ക് കാരണം മണ്ഡലത്തിലെ പ്രത്യേക സാഹചര്യമാണെന്ന് അത് വിശദീകരിക്കുന്നില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. വോട്ട് ചോർന്നിട്ടില്ല. പ്രതീക്ഷിച്ചതിൽ നിന്നും 1500 വോട്ട് മാത്രമാണ് കുറവുള്ളത്. എന്നാലും തോൽവിയുടെ കാരണങ്ങൾ ബൂത്തടിസ്ഥാനത്തിൽ പരിശോധിക്കുമെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ഞങ്ങൾ തോറ്റത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് 3 മണ്ഡലങ്ങളാണല്ലോ. കോങ്ങാട്, തൃത്താല, അതുപോലെ ചിറ്റൂര്. ഈ 3 മണ്ഡലങ്ങളിലെ തോൽവിയും നല്ല നിലയ്ക്ക് പരിശോധന നടത്തും. എവിടെയാണ് ഞങ്ങൾക്ക് ഇതിലെ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്, ആ വീഴ്ച എങ്ങനെ വന്നു എന്നുള്ളത് വസ്തുതാപരമായി ഓരോ ബൂത്തുകളിലും ഞങ്ങൾ പരിശോധന നടത്തും. അത് തൃത്താലയുടെ വോട്ടിന്റെ പാറ്റേൺ ഒന്ന് പരിശോധിച്ചാൽ പോളിംഗിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷിച്ച വോട്ടിൽ നിന്ന് 1500 വോട്ടിന്റെ കുറവുകളാണുള്ളത്. എന്നാൽ കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചു. അതിനൊക്കെ SIRമായി ബന്ധപ്പെട്ട് അവിടെ
ചേർത്തിയ വോട്ടും പിന്നെ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അത് ഞാൻ വിശദമായി ഇപ്പോൾ പറയുന്നില്ല. അതുണ്ട്, അത് ഞങ്ങളെ പരിശോധിച്ച് വരികയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിൻ്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി CPMൽ നിന്ന് പുറത്തുപോയ കൗൺസിലർ അബ്ദുൾ ഷുക്കൂർ. തുടങ്ങിയതും തിരുത്തേണ്ടതും താനല്ലായിരുന്നുവെന്നും ഷുക്കൂറിൻ്റെ മറുപടി. ഷുക്കൂറിനെ ഉദ്ദേശിച്ച് CPM ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ FB പോസ്റ്റിലൂടെയായിരുന്നു അബ്ദുൾ ഷുക്കൂറിൻ്റെ മറുപടി. തുടങ്ങിയതും തിരുത്തേണ്ടതും താനല്ല. ഒരു സംഘടനയുടെ കരുത്ത് അതിൻ്റെ ആദർശമാണ്. അതിനെ തകർക്കുന്ന കോടാലിക്കായി ആയി മാറ്റുന്നത് ജില്ലാ സെക്രട്ടറിയുടെ വ്യക്തിവൈരാഗ്യവും അധിക്ഷേപങ്ങളുമാണെന്ന് അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട് വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അബ്ദുൾ ഷുക്കൂർ സമൂഹ മാധ്യമം വഴി ജില്ലാ സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ചത്. താൻ ഇപ്പോഴും പാർട്ടിക്ക് പുറത്താണെന്നും പാർട്ടിക്കകത്തേക്ക് ഇല്ലെന്നും അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. CPMന് എതിരല്ല. ജില്ലാ സെക്രട്ടറി അധിക്ഷേപ നിലപാട് തിരുത്തണമെന്നാണ് ആവശ്യം. പാലക്കാട് നഗരസഭാ കൗൺസിൽ സ്ഥാനം ജനങ്ങൾ നൽകിയതാണ്. പാർട്ടി തീരുമാനങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല. കൗൺസിലർ സ്ഥാനത്തെ രാജി സ്വന്തം പദവിയെ അണികളെ അടിച്ചമർത്താനുള്ള ആയുധമാക്കുകയും നിരന്തരമായി അപമാനിക്കുന്നതിനെ സംഘടനാ രീതിയെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നേതൃത്വത്തിൽ ഇരിക്കാൻ യോഗ്യതയില്ലെന്നും കുറിപ്പിൽ പറയുന്നു. രാജിവെക്കേണ്ട ആവശ്യമില്ല. താൻ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം കാത്തിരിക്കുകയാണെന്നും അബ്ദുൾ ഷുക്കൂർ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രസിദ്ധമായ മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ തെരുവത്ത് പള്ളി പുനർനിർമ്മാണത്തിൽ വൻ ക്രമക്കേട്. 43.81 ലക്ഷം രൂപ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിമാരിൽ നിന്നും ഈടാക്കാൻ കേരള വഖഫ് ബോർഡ് തൃശൂർ ഡിവിഷൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഉത്തരവ്. വിവിധ ഘട്ടങ്ങളായി ഭാരവാഹികളായിരുന്ന സെക്രട്ടറിമാരിൽ P. സുലൈമാൻ, Y. നൌഷാദ്, അഹമ്മദ് കുട്ടി, പ്രസിഡന്റുമാരായിരുന്ന K. E. ഇസ്മയിൽ, മുഹമ്മദ് ഷരീഫ് എന്നിവരിൽ നിന്നാണ് തുക ഈടാക്കാൻ ഉത്തരവ് വന്നിരിക്കുന്നത്. 2013 പള്ളി പുനർനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നത്. 1 കോടി രൂപ എസ്റ്റിമേറ്റാണ് കണക്കാക്കിയത്. പണി പൂർത്തീകരിക്കുമ്പോൾ 2,19,25,372 രൂപ ചെലവായി. എന്നാൽ വഖഫ് ബോർഡ് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിങ്ങിൽ ഗുരുതരമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. പുനർനിർമ്മാണത്തിൽ വൻ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി കുഴൽമന്ദം കളത്തിൽ സെയ്ദ് മുഹമ്മദ് വഖഫ് ബോർഡിന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തുക ഈടാക്കാൻ കേരള വഖഫ് ബോർഡ് തൃശൂർ ഡിവിഷൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പതിരിപ്പാല കോങ്ങാട് പാതയിൽ കുണ്ടൽശ്ശേരി തോട്ടുപാലത്തിന് സമീപമായി റോഡരികിലെ കൂറ്റൻ ഗർത്തം ഗതാഗതത്തിന് ഭീഷണിയാവുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. പത്തിരിപ്പാല കോങ്ങാട് റോഡിൽ കുണ്ടൽശ്ശേരി തോട്ടുപാലത്തിന് സമീപത്തായി റോഡരികിലെ കൂറ്റൻ ഗർത്തമാണ് ഗതാഗതത്തിന് ഭീഷണിയാകുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് 1 മീറ്ററിലേറെ താഴ്ചയുള്ള 1 മീറ്റർ വീതിയുമുള്ള ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിനോട് ചേർന്നതിനാൽ വലിയ അപകടത്തിന് സാധ്യതയേറെയാണ്. താൽക്കാലികമായി പരിസരവാസികൾ ഓല നാട്ടിവെച്ച് അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടാൻ സാധ്യത. കേളശ്ശേരി പഞ്ചായത്തിന്റെ പരിധിയിലാണ്. 30-ലേറെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന പാതയിലാണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കാൻ നടപടി ഉണ്ടാകണമെന്നും ആവശ്യമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തുമ്പിക്കൈയിലെ മുറിവ് ഉണങ്ങാത്ത നിലയിൽ മഞ്ഞക്കൊമ്പൻ എന്ന കാട്ടാനയെ വീണ്ടും കണ്ടെത്തി. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിലെ വാച്ചുമരം ഭാഗത്താണ് ആനയെ വീണ്ടും കാണാനിടയായത്. ഏപ്രിൽ 14 ചൊക്കനെ ഭാഗത്താണ് മഞ്ഞക്കൊമ്പൻ്റെ തുമ്പിക്കൈയിൽ പരിക്കേറ്റ നിലയിൽ ആദ്യമായി കണ്ടെത്തുന്നത്. തുടർന്ന് വനം വകുപ്പിൻ്റെ നിരീക്ഷണത്തിലായിരുന്ന ആനയെ പിന്നീട് വനത്തിനുള്ളിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് വാച്ചുമരം ഭാഗത്ത് ആനയെ വീണ്ടും കണ്ടെത്തിയത്. ആനയുടെ തുമ്പിക്കൈയുടെ മുകൾ ഭാഗത്തായാണ് മുറിവുള്ളത്. ഇതിൻ്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. വനത്തിനുള്ളിൽ വെച്ച് മറ്റു കാട്ടാനകളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതാകാമെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ജനവാസ മേഖലയിലെ മുള്ളുവേലിയിൽ ഉരഞ്ഞ് മുറിവുണ്ടായതാണോ എന്നും സംശയമുണ്ട്. ആനയുടെ ആരോഗ്യനില നിരീക്ഷിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മലക്കപ്പാറ പാതയിൽ ആനയുടെ സാന്നിധ്യമുള്ളതിനാൽ ഈ റൂട്ടിലൂടെ പോകുന്ന യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ആനയെ പ്രകോപിപ്പിക്കാനോ അടുത്തു ചെന്ന് ചിത്രം പകർത്താനോ ശ്രമിക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാരണാസി ശ്രീ ചോറൂട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ദ്രവ്യ കലശവും തുടരുന്നു. 2ാം ദിനമായ ബുധനാഴ്ച മഹാഗണപതി ഹോമം, ബിംബശുദ്ധി, കലശപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി കരയന്നൂർ ഭവത്രാധൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ.
വാടനാകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാപന മഹോത്സവവും ദ്രവ്യകലശവും തുടർന്നു വരികയാണ്. രണ്ടാം ദിനമായ ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ തുടങ്ങി. ബിംബശുദ്ധി കലശാഭിഷേകം, ഉദയാസ്തമന പൂജ, ദ്രവ്യകലശപൂജ, പരികലശപൂജകൾ എന്നിവ നടന്നു. മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാധൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസമായ 21 വ്യാഴാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, അധിവാസം വിടർത്തി പൂജ, ഉഷപൂജ, ദ്രവ്യകലശാഭിഷേകം, ഉച്ചപൂജ, വലിയ പാണി, ബ്രഹ്മകലശാഭിഷേകം എന്നിവ നടക്കും. രാവിലെ 11 ഭഗവതിയുടെ പിറന്നാൾ സദ്യയും ഉണ്ടായിരിക്കും. വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ സർവൈശ്വര്യ പൂജയും ഒരുക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കരിങ്കൽ ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന തൊഴിലാളിയായ യുവാവ് പാറപൊടി ശ്വാസകോശത്തിൽ കയറിയതിനെ തുടർന്ന് ചികിത്സയിലായിരിക്കെ മരിച്ചു. ദേശമംഗലം പള്ളം പള്ളിക്കര സ്വദേശി പ്ലാക്കുണ്ടിൽ വീട്ടിൽ 40-കാരനായ രാജേഷാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കവേ മരണപ്പെട്ടത്. ഭാര്യയും 3 മക്കളുമുണ്ട്. സംസ്കാരം ശാന്തിതീരത്ത് നടന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ സർപ്രൈസ് വിസിറ്റ്. രാവിലെ ഗവർണർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ കടയുടെ നടത്തിപ്പുകാരി സാഹിന ഗവർണറെ കടയിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ സമയക്കുറവ് മൂലം ഗവർണർ ഔദ്യോഗിക പരിപാടികൾക്ക് പോവുകയായിരുന്നു. പിന്നീട് മടക്കയാത്രയിലാണ് ഗവർണർ സാഹിനയുടെ കടയിൽ സന്ദർശനം നടത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓരോ ആരോഗ്യശാസ്ത്ര ബിരുദധാരിയും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യം നേടി സമൂഹത്തിനായി പ്രവർത്തിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആരോഗ്യരംഗം സാമൂഹ്യ പ്രതിബദ്ധത ആവശ്യമുള്ള തൊഴിൽ മേഖല. ഓരോ ബിരുദധാരികളുടെയും വളർച്ച ആശുപത്രിയുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗവർണർ. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് 11ാമത്തെ തൂണിന്റെ പ്രവൃത്തികൾ. ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച പ്രവൃത്തികൾ വിലയിരുത്തി. മഴക്കാലം എത്തുന്നതിന് മുൻപേ തൂണുകളുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുക ലക്ഷ്യം. പുതിയ പാലത്തിൽ 2 പാളങ്ങൾക്ക് സൗകര്യം. UDF തരംഗം അത്രയൊന്നും ഏശാതെ പോയ തൃശൂരിലും പിണറായി വിജയനും MP ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം. വിമർശനമുയർന്ന CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും തൃശൂർ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലും. തൃത്താലയിലെ MP രാജേഷിന്റെ തോൽവിക്ക് കാരണം മണ്ഡലത്തിലുണ്ടായ പ്രത്യേക സാഹചര്യമാണെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പ്രതീക്ഷിച്ചതിൽ നിന്നും 1500 വോട്ടുകൾ കുറഞ്ഞെന്നും CPM ജില്ലാ സെക്രട്ടറി. ജില്ലാ സെക്രട്ടറി തനിക്കെതിരെ ഉന്നയിച്ച പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കൗൺസിലർ അബ്ദുൾ ഷുക്കൂർ. താൻ CPMന് എതിരല്ലെന്നും ജില്ലാ സെക്രട്ടറി അധിക്ഷേപ നിലപാട് തിരുത്തണമെന്നും FB പോസ്റ്റിലൂടെ ഷുക്കൂറിന്റെ ആവശ്യം. നെല്ലറയിൽ 1ാം വിളയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതി. വേനൽ മഴ ലഭിച്ചത് കർഷകർക്ക് ആശ്വാസം. ഓരോ വർഷവും കാർഷിക ചെലവുകൾ ഗണ്യമായി വർദ്ധിക്കുന്നതിൽ കർഷകർ ആശങ്കയിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.